എന്തായി കാണുന്നേ? എന്റെ ഹസ്ബൻഡ് അടുക്കള കയറി. എനിക്ക് ചത്താലും വേണ്ടില്ല. എന്താന്നറിയില്ല, ഇന്ന് രാവിലെ എണീറ്റ പോലെ അടുക്കള കയറി എന്തെങ്കിലും ചെയ്യാനും കൈ അങ്ങ് തരിക്കുന്നു. ചിലപ്പോ എന്റെ ഭാര്യയായിട്ടുള്ള സ്നേഹം കൊണ്ട് സഹായിക്കാനുള്ള തോന്നലായിരിക്കാം, എനിക്കറിയില്ല. അല്ല, ഇത് എന്താ രാവിലെ തന്നെ ഒരു ബഹളം? നിങ്ങൾ രണ്ടും എന്താ അവിടെ ചെയ്യണേ? ഓ, ഞങ്ങളുടെ എല്ലാരെയും വയറ് നിങ്ങൾ രണ്ടും കൂടി കേടാക്കോ? എന്ത് നല്ല മണവാ! ഇതുവരെയായിട്ട് അടുക്കള കയറി കണ്ടിട്ടേ ഇല്ല. ഇതെന്താ പരിചയമില്ലാത്തൊരു മണം? ആരുണ്ടാക്കുന്നേ? ആ, വന്നോ? ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയതാ. നിങ്ങക്ക് ഇഷ്ടമുള്ളതല്ലേ ഇത്? എനിക്കറിയാം, അതുകൊണ്ടാ വരുന്നതിന് മുന്നേ ഞാൻ തന്നെ എല്ലാം ഉണ്ടാക്കിയത്. എനിക്കോ? അതൊക്കെ നല്ല മണമൊക്കെ ഉണ്ട്, ബട്ട് ഞാനിത് കഴിച്ചിട്ടില്ലല്ലോ. ആര് പറഞ്ഞു? എത്ര തവണ ഞാൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എന്റെ കൈ കൊണ്ടല്ലേ ഇപ്പോഴും കഴിക്കാറ്. എടപ്പോട്ടെ, നീ എന്താ പറയുന്നേ? നീ ഇതുവരെ നിന്റെ കൈ കൊണ്ട് പച്ച വെള്ളം എടുത്തു തന്നിട്ടുണ്ടോ പട്ടി? ആ ശരിയാ, ഞാൻ കണ്ടിട്ടുണ്ട് ഏട്ടന് ഇവൻ ഉണ്ടാക്കി തരുന്നേ. അല്ലേട്ടാ, ഒന്ന് സമ്മതിക്ക് പ്ലീസ്, ഞാൻ പറയല്ല. ഇവരെന്ത് തേങ്ങ കാണിക്കുന്നേ? എന്തായാലും സമ്മതിച്ചു കൊടുത്തേക്കാം. ശരിയാ, ഞാൻ മറന്നുപോയതാ. ഇപ്പോഴത്തേക്ക് ഞാൻ ക്ഷമിച്ചു. ഇനി മറന്നുകൊണ്ടല്ലോ, എന്റെ സ്വഭാവം അറിയാലോ. എന്നാലും കഴിച്ചു, ഞാനിപ്പോ വരാവേ. അങ്ങനെ ഇവനെന്താ ഇങ്ങനെ പെണ്ണുങ്ങളെ പോലെയൊക്കെ സംസാരിക്കുന്നേ? ഇന്നലെ നീ ഇവന്റെ തലക്കിട്ട് വല്ലതും കൊടുത്തായിരുന്നോ? ഞാനൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ എനിക്കെന്തോ പേടിയാവുന്നു. ഇന്നലെ ഇവള് വിളിക്കുന്ന കേട്ടിട്ട് അങ്ങോട്ട് ഓടി ചെന്നപ്പോ മുതൽ എന്തൊക്കെയോ വ്യത്യാസം തോന്നാ. എനിക്ക് പേടിയാവുന്നേട്ടാ. ഇവള് പറഞ്ഞത് പാടെ തള്ളിക്കളയണ്ടേട്ടാ. എനിക്കെന്തോ ഒരുമാതിരി സ്ട്രേഞ്ച് ആയിട്ട് ഫീൽ ചെയ്യുന്നു അവനെ കാണുമ്പോ. ശരിയാ, ഏട്ടന് ഇതിനു മുമ്പ് ഇങ്ങനൊന്നും ബിഹേവ് ചെയ്തിട്ടില്ല. ഇങ്ങനെ കുക്ക് ചെയ്യണമെന്ന് അടുക്കള കേറിയിട്ടേ ഇല്ല. നിങ്ങൾക്കെല്ലാവർക്കും ഇങ്ങനൊരു സംശയമുള്ള സ്ഥിതിക്ക് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. എന്നാലും പറയുക, നമുക്ക് വല്ല മന്ത്രവാദിയും പോയി കണ്ടാലോ? അവൻ എന്തായാലും അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതെ, ഞാനും അതാ പറയുന്നേ. നല്ലൊരു തിരുമേനെ നോക്കി നീ എവിടെന്നെങ്കിലും വിളിച്ചോണ്ട് വാ. സ്വാമി, ഇതൊക്കെ എവിടെ നടക്കുന്നേ? എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഇതൊക്കെ കേട്ടത് വെച്ച് നോക്കുമ്പോ ഒരിക്കലും നിങ്ങൾ ആ വീട്ടിൽ താമസിക്കാൻ പോകാൻ പാടില്ലായിരുന്നു. അവിടെ പ്രേതബാധ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ അവിടെ താമസിച്ചില്ലേ? എനിക്ക് തോന്നുന്നത് അയാളുടെ ദേഹത്ത് കൂടിയിട്ടുണ്ടെന്ന്. ഇതിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ സ്വാമി? ഇതിനൊരു പ്രതിവിധിയേ ഉള്ളൂ. ശരീരത്തിൽ കൂടിയിരിക്കുന്ന ആരാന്ന് കണ്ടുപിടിക്കണം. എന്തിനാണ് ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. അതിനുശേഷം നമുക്ക് ഒഴിപ്പിക്കണം. വേണ്ട പൂജയ്ക്കുള്ള കാര്യങ്ങൾ അവിടെ ശരിയാക്കി കൂടും. അല്ല സ്വാമി, ഇപ്പോഴത്തേക്ക് എല്ലാം തയ്യാറാക്കണ്ടേ? ഒട്ടും വൈകിക്കേണ്ട, നാളെ തന്നെ ഞാൻ വരാം. എല്ലാം നമുക്ക് നാളെ തന്നെ ചെയ്യാം. നാളത്തേക്കുള്ള സാധനമെല്ലാം ഞാൻ പുറത്തുനിന്ന് വാങ്ങിട്ട് വന്നോളാം. നിങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കിയാൽ മതി. അതെ, ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. അന്ന് എഴുതിയ ബുക്കൊക്കെ എവിടെയാ വെച്ചിരിക്കുന്നത്? നിനക്കെന്തിനാടാ ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോഴുള്ള ബുക്കൊക്കെ? അയ്യോ, നിങ്ങൾ സ്കൂളിൽ പഠിച്ചപ്പോഴുള്ള ബുക്കല്ല, നിങ്ങൾ കഥകളൊക്കെ എഴുതിയ ബുക്കില്ലേ, അതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു. കഥയാ? ഞാനാ? ഒന്ന് പോയടാ. അതെന്താ, നിങ്ങൾ കഥ എഴുതിയിട്ടില്ലേ? ഇല്ലേന്ന്? ഇല്ലേ? ഉണ്ടോ? ഉണ്ടല്ലോ. എനിക്ക് ആ ബുക്കൊന്ന് വേണം, വായിക്കാനാന്നേ. ഇല്ലാത്ത ബുക്ക് ഞാൻ എവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ടു കൊടുക്കാനാ? ബുക്കല്ലേ, ഞാൻ നാളെ എടുത്തിട്ട് തരാം. നാളെ തന്നെ തരണേ. എന്നാ ഞാൻ അപ്പുറത്തേക്ക് പോട്ടെ. പിന്നെ നാളെ തരാം. നാളെ ആവട്ടെ, എല്ലാം ശരിയാക്കി തരാം. കണ്ടില്ലേ, എന്തോ പ്രശ്നമുണ്ട്. എല്ലാം നമുക്ക് നാളെ മനസ്സിലാക്കാൻ പറ്റും. നാളെ ആവട്ടെ, എല്ലാ പ്രശ്നവും ആ സ്വാമി പരിഹരിക്കും. നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം.
കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു. ഏയ്, നീ പേടിക്കല്ലേ. എന്താ ഇതൊക്കെ? ഇതെന്താന്ന് ഞാൻ ചോദിച്ചേ. ഇതെന്താണെന്ന് എനിക്കറിയില്ലേ. ഇത് നിന്നെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള പൂജയാണ് നടക്കുന്നത്. എന്തിന്? ഞാനിവിടെ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ലല്ലോ. എന്റെ ആഗ്രഹം നടപ്പിലാക്കുന്നത് മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. നീ പ്രവേശിച്ചിരിക്കുന്ന ശരീരത്തിന്റെ ഉടമയ്ക്കും നിന്റെ പോലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാവില്ലേ? ജീവിച്ചിരുന്ന സമയത്ത് ആരും എന്റെ ഇഷ്ടങ്ങൾക്ക് വില നൽകിയിട്ടില്ല. ഈ ഇഷ്ടം ഞാൻ വിട്ടുകളയാൻ തയ്യാറല്ല. ശരി, നിനക്ക് എന്താ വേണ്ടതെന്ന് പറ. എനിക്ക് അവനെ വേണം. ഞാനോ? നീ ആരാണ്? നിനക്ക് എന്തിനാണ് അവനെ? എല്ലാം പറയണം. പറയാം, എല്ലാം പറയാം ഞാൻ. ദേവകി, ഉമ്മറത്തേക്ക് ചായ കൊണ്ട് എടുത്തോളാ. ചായയൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല, നിങ്ങൾ വയലിലേക്ക് ഇറങ്ങിയില്ലേ? അതൊക്കെ പോവാ എന്റെ പൊന്നു ദേവേ. ഇപ്പൊ രാവിലെ 7 മണിയല്ല ആയിട്ടുള്ളൂ. ഇപ്പോഴേ വയലിലേക്ക് ഇറങ്ങണോ ഞാന്? അയ്യോ, ഞാനിതെന്ത് തേങ്ങയുടെ കാര്യം ഓർത്തിട്ടാ ഇങ്ങനെയൊക്കെ പറയണേ. തേങ്ങയുടെ കാര്യല്ലേ? നീ ഇങ്ങനെ കിടന്ന് വെപ്രാളം പിടിക്കല്ലേ. ആരും നമ്മുടെ പറമ്പിന്ന് എടുത്തോണ്ട് പോകുന്നില്ല. ഇക്കാലത്ത് തേങ്ങക്കൊക്കെ എന്ത് വില വെച്ചിട്ടാ പറയണേ. നീ ആദ്യം ചായ എങ്ങോട്ട് തരുട്ടി. ഞാൻ ചായ കുടിച്ചിട്ട് എന്തായാലും പോയി ഞാൻ തിരക്കിക്കൊണ്ട്. അല്ലേട്ടാ, രാവിലെ തന്നെ രുക്കുമോളി നിങ്ങട്ടാ പോയേ? ഞാൻ വയലിൽ പോകാൻ താമസിച്ചാൽ എന്താ, അവൾ അവിടെ ഇവിടെ കോഴി നടപ്പുണ്ടാവും. അതാണ് എന്റെ ഒരു ആശ്വാസം. ഇതെവിടെ പോയി? ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആരെയാ നോക്കുന്നേ? ഞാനാരും നോക്ക. താനാരാ? തന്നെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാനോ? ഞാനൊരു വഴിപോക്കനാണ്. വഴിപോക്കനോ? വഴിപോക്കൻ എന്താ ഇവിടെ കാര്യം? പിന്നെ വഴിപോക്കനൊക്കെ തന്റെ വീട്ടിൽ കൂടെ കയറി പോണോ? ഷേടാ, വഴിപോക്കനൊക്കെ പിന്നെ വഴി കൂടെ അല്ലേ പോവാൻ പറ്റൂ? അത് ശരിയാണല്ലോ. തനിക്കെന്താ ഒരു കളലക്ഷണം? എന്താന്നറിയില്ല, ജനറ്റിക് ഡിഫക്റ്റ് ആണെന്ന് തോന്നുന്നു. ജനിച്ചപ്പോ തൊട്ടേ ഇങ്ങനെയാ.
ഞാൻ എന്ത് ചെയ്യാനാ കുട്ടി? സത്യം പറ, താൻ തേങ്ങാക്കളല്ലേ? താൻ തേങ്ങ അടിച്ചോണ്ടാ വന്നല്ലോടോ? എങ്കിൽ കുട്ടി ഒരു കാര്യം ചെയ്യും, ഞാൻ തന്നെ അടിച്ചോണ്ട് പോവാൻ വന്നാന്ന് പറ. തേങ്ങയൊക്കെ എന്തിനാ? തേങ്ങക്കാട്ടിലും വിലയുണ്ടല്ലോ തനിക്ക്. പുതിയ ഐഡിയ പറഞ്ഞതിന് താങ്ക്സേ. ഇതിപ്പോ ഞാൻ ഇവിടെ വിളിച്ചു കൂവേണ്ടല്ലോ, തന്റെ കൈയും കാലും ഇവിടുത്തെ ആൾക്കാർ തല്ലി ഓടിക്കും. അയ്യോ എന്റെ പൊന്നു കുട്ടി, ചതിക്കല്ലേ. കയ്യില്ലെങ്കിൽ തീർന്നു, കാലില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിക്കാം. ഞാൻ വന്ന വഴിയെ തന്നെ പൊക്കോളാം. അപ്പൊ ശരി എന്നാ. എന്തൊരു കാന്തായ പെണ്ണ്.